ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റിയാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സൊല്യൂഷൻസ്? നമ്മൾ ആദ്യം സോളിഡ്സിനെ പറ്റി പഠിക്കുന്നു, രണ്ടാമത് സൊല്യൂഷൻസിനെ പറ്റി പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൊല്യൂഷൻസ് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ലിക്വിഡ്സ് എന്നൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരരുത് കേട്ടോ. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ലിക്വിഡ്സിനെ മാത്രമല്ല നമ്മൾ സൊല്യൂഷൻസ് വിളിക്കുന്നത്. സോളിഡ്സിനെയും നമ്മൾ സൊല്യൂഷൻസ് വിളിക്കാറുണ്ട്, ഗ്യാസസിനെയും നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കാറുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ, നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൊല്യൂഷൻ, HCl സൊല്യൂഷൻ, NaCl സൊല്യൂഷൻ, അപ്പോൾ അത് വെള്ളമായിരിക്കും, ലിക്വിഡ് ഫോമിലായിരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള ആൾക്കാരെ മാത്രമല്ല നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോളിഡ് ഫോംസിലുള്ള ആൾക്കാരെ നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കാറുണ്ട്. ഗേഷ്യസ് ഫോമിലുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? സൊല്യൂഷൻസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സൊല്യൂഷൻ, അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എന്താണ്. അപ്പം ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ സൊല്യൂഷൻസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ഒക്കെയാണ് പഠിക്കുന്നത്. എത്ര ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് സോലിബിലിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ലോസും ഉണ്ട്, ഹെൻറീസ് ലോയും റൗൾസ് ലോയും. അപ്പോൾ അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സും ഇക്വേഷൻസും പ്രോബ്ലംസും എല്ലാം. അതിനുശേഷം വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അബ്നോർമൽ മോളിക്കുലർ മാസുമാണ്. അതൊക്കെ ഇവിടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്റർ സെറ്റ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു തീർത്തുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി എന്താണ് ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സോലിബിലിറ്റിയിലോട്ട് കയറുന്നതിന് മുമ്പ് ഈ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളൊരു കുറച്ച് ടേംസ് പഠിക്കും. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ടേംസ് പഠിക്കും. ആ ടേംസ് എല്ലാം എക്സാമിന് പ്രോബ്ലമായിട്ട്, അതായത് ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിക്കുന്ന ടേംസാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്കങ്ങനെ കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പം സൊല്യൂഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ 3 ടോപ്പിക്സേ പഠിക്കാനുള്ളൂ. ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം നമ്മുടെ സോലിബിലിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ലോസ്, പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അബ്നോർമൽ മോളിക്കുലർ മാസും, പിന്നെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസും. അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ അതങ്ങ് ഡിസ്കസ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ്റെ കൂടാണ് ഞാൻ അതും എടുത്തേക്കുന്നത്, അത്ര വലിയ കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകും. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഔട്ട്ലൈൻ. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിൻ്റെ ഏതൊക്കെ പോർഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആ ഒരു ഐഡിയ കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററും സെറ്റ് മാറ്റി വെക്കുക, അടുത്ത ചാപ്റ്ററിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കാൻ നിൽക്കണ്ട. പിന്നെ അത് എപ്പോൾ പഠിച്ചാൽ മതി? എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവസാന നിമിഷം എല്ലാം കൂടെ ബൾക്കാക്കിയിട്ട് പഠിക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ച് പോവാണ്. ഓക്കെ, സോ നമ്മൾ പോകുന്നു സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? നമ്മളപ്പോൾ ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ. എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്? എന്താണ് ഈ ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് സെയിം കോമ്പോസിഷനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ്. ത്രൂ ഔട്ട്, ആ വേർഡ് ശ്രദ്ധിച്ചോളാം. ഹോമോജീനിയസ് മീൻസ് ത്രൂ ഔട്ട് സെയിം കോമ്പോസിഷൻ. എന്താണ് ഈ ത്രൂ ഔട്ട് സെയിം കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കലക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് മുകൾ ഭാഗത്ത് ഉപ്പില്ല, താഴ്ഭാഗത്ത് മാത്രം ഉപ്പ്, അങ്ങനെ ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. ആ വെള്ളത്തിൽ മൊത്തത്തിൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? നല്ലോണം കലക്കുകയാണെങ്കിൽ, അല്ലാതെ ഉപ്പെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പെടുത്തിട്ട് കലക്കാതെ ഉപ്പ് അവിടെ തന്നെ കടന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തിൽ ടേസ്റ്റ് കാണില്ല. അങ്ങനെയല്ല, നമ്മൾ ആ എടുത്ത ഉപ്പിനെ ആ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നാളങ്ങ് ഡിസോൾവ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ത്രൂ ഔട്ട് എന്തായിരിക്കും? ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും.
അത് തന്നെയാണ് ഈ ഹോമോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും എല്ലാവരും ഉണ്ടായിരിക്കണം. അതാണ് ഹോമോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലായിടത്തും എല്ലാം. അപ്പം ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാൻ നിങ്ങൾ ആരെയൊക്കെയാണോ എടുത്തത് അവരെല്ലാവരും എല്ലായിടത്തും ഉണ്ടായിരിക്കണം. അതാണ് ഈ ഹോമോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറച്ചെടുത്ത് മാത്രം കുറച്ചെടുത്ത് അവരില്ല, കുറച്ചെടുത്ത് ഒരാൾ മാത്രം, മറ്റേടത്ത് മറ്റേയാൾ മാത്രം, അങ്ങനെയല്ല. നമ്മൾ എന്താണോ സൊല്യൂഷനാക്കി എടുക്കുന്നത് ആ സൊല്യൂഷൻ്റെ ത്രൂ ഔട്ട് എല്ലാവരും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, തീർന്നില്ല, ഡെഫിനിഷൻ തീർന്നില്ല. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. രണ്ടോ അതിലധികം കമ്പോണൻസിൻ്റെയോ ഹോമോജീനിയസ് മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. മിനിമം 2 ആൾക്കാരെങ്കിലും വേണം. ഒരാളെ ഉള്ളുവെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും എന്തെന്ന് വിളിക്കില്ല? സൊല്യൂഷൻസ് എന്ന് വിളിക്കില്ല. മിനിമം 2 പേരെങ്കിലും വേണം. 2ൽ കൂടുതൽ എത്ര പേര് വേണമെങ്കിലും ആവും. മിനിമം 2 പേരെങ്കിലും ഉള്ള ഹോമോജീനിയസ് മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻസ്. ഈ ഒരുപാട് പേരെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. എന്തൊക്കെ എടുക്കും നിങ്ങൾ? ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കും. ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ 2 പേരായി വെള്ളവും നാരങ്ങയും. പഞ്ചസാര ഇടും, 3 പേരായി. ഉപ്പിടും, 4 പേരായി. പിന്നെ കസ്കസ് അതിടും, 5 പേരായി. പിന്നെ നമുക്ക് വേണമെങ്കിൽ നറുതണ്ടി പോലത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതിടും. പിന്നെ ചില അണ്ടിപ്പരിപ്പിടും. അങ്ങനെ പല കാര്യങ്ങളിടും. അപ്പം ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ത്രൂ ഔട്ട് എന്തുണ്ടായിരിക്കണം? സെയിം കോമ്പോസിഷൻ ഉണ്ടായിരിക്കണം. എത്ര കമ്പോണൻസ് വേണമെങ്കിലും എടുക്കാം. മിനിമം 2 പേരെങ്കിലും വേണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സൊല്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. 2 അതിലധികം കമ്പോണൻസിൻ്റെയോ ഹോമോജീനിയസ് മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻസിന് 2 കമ്പോണൻസ് ഉണ്ട്. 2 കമ്പോണൻസ് ഉണ്ട്. ഈ സൊല്യൂഷൻ 2 കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേര് സോൾവെൻറ്റ്. രണ്ടാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേര് സൊല്യൂട്ട്. ഒന്നാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേര് സോൾവെൻ്റ് എന്നും രണ്ടാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേര് സൊല്യൂട്ട് എന്നും. എന്താണ് സോൾവെൻ്റ്? എന്താണ് സൊല്യൂട്ട്? നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾ തോനെ ഉണ്ടായിരിക്കും. അത് ഏത് സൊല്യൂഷൻ? ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളമായിരിക്കും കൂടുതൽ. കൂടുതലുള്ള ഒരാളെ കാണത്തുള്ളൂ. അപ്പം ലാർജ് എമൗണ്ടിൽ ഒരു സൊല്യൂഷനകത്ത് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ഒരു കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. ഒരാളെ കാണത്തുള്ളൂ. ആ ലാർജ് കമ്പോണൻറ്റിനുള്ള ഒരാൾ ഒഴികെ ബാക്കി എത്ര പേര് അവിടെ ഉണ്ടോ അവരെ എല്ലാം വിളിക്കുന്ന പേര് സൊല്യൂട്ട് എന്ന്. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം കലക്കുകയാണെങ്കിൽ അവിടെ വെള്ളമാണ് സോൾവെൻറ്റ്. ബാക്കി നാരങ്ങയും പഞ്ചസാരയും ഉപ്പും കസ്കസും എല്ലാ സാധനങ്ങളും സൊല്യൂട്ടാണ്. അപ്പോൾ സൊല്യൂട്ട് ഒത്തിരി പേര് വേണമെങ്കിലും ആവാം. പക്ഷെ സോൾവെൻറ്റ് ഒരാളെ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ സോൾവെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനകത്ത് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ഒരു കമ്പോണൻറ്റ്, ഒരാളെ കാണത്തുള്ളൂ. ഒരു കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. ഈ സോൾവെൻറ്റിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന കമ്പോണൻസിനെ, അത് ഒന്നിൽ കൂടുതലാകാം, കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്ത് സ്മാൾ എമൗണ്ടിൽ കാണപ്പെടുന്ന ആളെ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട്. അവർ എത്ര പേര് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതാണ് ഒരു സൊല്യൂഷനകത്തുള്ള 2 കമ്പോണൻറ്റ്, സോൾവെൻറ്റും സൊല്യൂട്ടും. ഇവർ 2 പേരേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം 10 പേര് മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 10 പേര് മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ. പക്ഷെ അതിനകത്ത് ഒരാൾ മാത്രമേ ലാർജ് എമൗണ്ടിൽ കാണപ്പെടത്തുള്ളൂ. അയാളെ നമ്മൾ സോൾവെൻ്റ് എന്ന് വിളിക്കും. ബാക്കിയുള്ള 9 പേരില്ലേ, ഈ 9 പേരെ നമ്മൾ സൊല്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ. 2 കമ്പോണൻസേ ഉള്ളൂ. അതിലൊരാൾ സോൾവെൻ്റ്, അത് ഒരെണ്ണേ കാണത്തുള്ളൂ. രണ്ടാമത്തെ ആൾ സൊല്യൂട്ട്, അത് എത്ര പേര് വേണമെങ്കിലും ആവാം. കേട്ടോ? അപ്പോൾ ഇതാണ് സോൾവെൻറ്റും സൊല്യൂട്ടും. ഇനി എൻ്റെ കയ്യിൽ ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടും മാത്രമാണുള്ളതെങ്കിൽ, ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടും മാത്രമാണുള്ളതെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. എന്താ വിളിക്കുന്നത്? ബൈനറി സൊല്യൂഷൻ. എന്താണ്ട ബൈ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? ബൈയുടെ മീനിങ് 2 എന്നാണ്. അപ്പം ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടും മാത്രമുള്ള സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ.
അപ്പം ഒരു സോൾവെൻറ്റും ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ കോംപ്ലക്സ് സൊല്യൂഷൻ അങ്ങനെ പല രീതിയിലാണ്, ട്രൈ സൊല്യൂഷൻ, ടെട്ര, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തിനെ പറ്റിയേ പഠിക്കാനുള്ളൂ? ബൈനറി സൊല്യൂഷൻസിനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടും, അതിനെപ്പറ്റി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, സോൾവെൻ്റ് എപ്പോഴും ഒരെണ്ണേ കാണും, പക്ഷേ സൊല്യൂട്ട് ഒന്നിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഒരു സോൾവെൻറ്റ് എപ്പോഴും ഒന്നേ കാണത്തുള്ളൂ, പിന്നെ ഒരു സൊല്യൂട്ട്. അപ്പോൾ 2 പേരടങ്ങിയ സൊല്യൂഷൻസ്, അവരെ വിളിക്കുന്ന പേരെന്താ? ബൈനറി സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ബൈനറി സൊല്യൂഷൻസിനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ സൊല്യൂഷൻസ് ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണൻസ് 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ സോൾവെൻറ്റും സൊല്യൂട്ടും. സോൾവെൻറ്റ് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്ന ഒരാളെ ഉണ്ടായിരിക്കും, സൊല്യൂട്ട് സ്മാൾ എമൗണ്ടിൽ കാണപ്പെടുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും. ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടുമുള്ള ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ.